ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ആങ്സിസ്റ്റേഴ്സിൻ്റെ വീഡിയോ ആണ്. അതായത് ആങ്സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കന്മാർ, നമ്മളിൽ നിന്നും അകന്നു പോയ ആൾക്കാർ, ഒരുപാട് അതായത് നമ്മുടെ കൂടെ ഇന്ന് ഇല്ല, ആസ്ട്രൽ അതായത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ ഇല്ലാത്ത ആൾക്കാർ, പക്ഷെ നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്ന അല്ലെങ്കിൽ എന്നും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിരുന്ന ആൾക്കാർ, നമ്മളെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് പറയേണ്ടത്, നമ്മുടെ പിതൃക്കന്മാർക്ക് നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് പറയേണ്ടത്. സോ നിങ്ങൾക്കിത് എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ആൾക്കാർക്ക് മതത്തിൽ വിശ്വാസമുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, മനുഷ്യന്മാരെ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, പ്രകൃതിയിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നലെ വരെ കണ്ട ആൾക്കാരാ ഇന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആത്മാക്കളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതിൻ്റെ വ്യക്തമായിട്ടുള്ള സയൻസും അതിൻ്റെ സംഭവങ്ങൾ എനിക്ക് തിരക്കി പോകാൻ പറ്റുന്നില്ല. സോ അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ്സിൽ നമുക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് പറയാൻ അവർ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ആൻസറും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ലഭിക്കത്തുള്ളൂ. സോ നിങ്ങളുടെ ആങ്സിസ്റ്റേഴ്സ് ആരാണ്, അവരെ മനസ്സിൽ വിളിച്ചു വരുത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ പലതിനും കിട്ടും. നിങ്ങൾ എന്തിലാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, എന്ത് സിറ്റുവേഷനിലാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, ആ സിറ്റുവേഷനിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവർക്ക് പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് റീചാർജ് ചെയ്ത് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള എനർജിയിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് തരണം ചെയ്ത് നിൽക്കുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു വലയത്തിൽപ്പെട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ എനർജൈസ് ചെയ്ത്, നിങ്ങളെ ക്ലെൻസ് ചെയ്ത്, നിങ്ങളുടെ ഹോൾ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ചക്രാസും എല്ലാം നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പറ്റുമെങ്കിൽ മാക്സിമം മെഡിറ്റേഷൻസ്, യോഗ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പൂർണ്ണമായിട്ടും ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ട, നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളിൽ, നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡിവൈൻ നിങ്ങളുടെ അല്ലെങ്കിൽ പിതൃക്കന്മാർ നിങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്താൻ ഇനി എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. സ്വന്തം ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്ന് നിങ്ങൾ സമയം കണ്ടെത്തും. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഫിനാൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ കരിയർ, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ടൈമിലാണ് സമയം കൊടുത്തിരിക്കുന്നത്? ഓഫ് കോഴ്സ് നിങ്ങൾ സമയം കൊടുക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. എല്ലാവരും ഒരു ടൈമിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏതെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പോകുന്ന സമയത്തും ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്തും പിന്നെ ഉറങ്ങുന്ന സമയത്താണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സമയം, നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്തും നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്താണ് നമ്മളെ സോൾ കൂടുതൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓരോരോ ഐഡിയാസ് വരുന്നത്. നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പാട്ട് പാടുന്നത്, നമുക്ക് ഒരുപാട് ഐഡിയാസ് വരുന്നപ്പോഴാണ് കുളിക്കാൻ പോകുന്ന സമയത്താണ്. കാരണം വെള്ളവുമായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് ഐഡിയാസ് വരണം. രണ്ടാമത് ഫയർ സൈൻ, അതായത് ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐഡിയാസ് വരും, ഫുഡ് നന്നാവും. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് യാത്രകൾ പോകുന്നു, അപ്പം അത് എയർ സൈനാണ്. അപ്പം പഞ്ചഭൂതങ്ങൾ അല്ലേ, ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പം മെഡിറ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പഞ്ചഭൂതങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. 5 ഭൂതങ്ങളുണ്ട്. നമ്മൾ അഞ്ചല്ല, നമുക്ക് കയ്യിൽ തന്നെ സൈൻ ഉണ്ടല്ലോ, 5 എന്ന് പറഞ്ഞൊരു സൈൻ ഉണ്ട് നമുക്ക്. സോ ചില ആൾക്കാർക്ക് 5 എന്നൊക്കെ 6 പോവും. സോ അതൊന്നുമല്ല, ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ 5 പേരാണ്. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ തേടൈ അല്ലെങ്കിൽ മൂലാധാര, സൗദിഷ്ടധാര, അനാഹര, മണിപ്പൂര, ജ്ഞാന, വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടല്ലോ, സഹസ്ര, അങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങളത് ഓപ്പൺ ആക്കണം എന്നല്ല, അതെല്ലാം ക്ലിയർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി.
നിങ്ങളിരിക്കുന്ന സിറ്റിംഗ് പൊസിഷൻ, നിങ്ങളുടെ മനസ്സ്, ഹാർട്ട് ചക്ര, അതായത് നിങ്ങൾ പ്രണയിക്കുന്ന പ്രണയം അത് ഓക്കെ ആണോ, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രണയം കറക്റ്റ് ആവുള്ളൂ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും പ്രോബ്ലംസ് ആയിരിക്കും. അത് നിങ്ങൾ തരണം ചെയ്ത് എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു പ്രണയം നിങ്ങളുടെ കയ്യിലോട്ട് പരിശുദ്ധമായിട്ട് കിട്ടുന്നത്, ആ സമയത്ത് മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരത്തുള്ളൂ, ആ വ്യക്തിനെയും കൊണ്ട് തരത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയവും അത് മനസ്സമാധാനം അതൊക്കെ നശിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻറ്റ്യൂഷൻസ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ചിന്തകൾ നാശചിന്തകളാണെന്നുണ്ടെങ്കിൽ, ഈഗോ, നെഗറ്റീവ്സ്, പൊസസീവ്നെസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷൻസ് വർക്കാവത്തില്ല. നിങ്ങൾക്ക് വരുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതേപോലെ തന്നെ സ്വാദിഷ്ടധാര, അതായത് നിങ്ങൾക്ക് കഴിക്കുന്ന ആഹാരം നല്ലതല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വയർ ക്ലീൻ അല്ല, നിങ്ങൾ മെഡിറ്റേഷൻ യോഗ ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരവും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ആഹാരം ഏതായിരിക്കും? ലോ ആഹാരമായിരിക്കും. പക്ഷേ നിങ്ങൾ യോഗയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതേ ആഹാരം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും. സോ അതേപോലെ തന്നെ മൂലാധാര എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് പൈസ വരാനുള്ള സംഭവങ്ങളാണ്. നിങ്ങൾക്ക് പൈസയൊക്കെ വരണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂലാധാര ശരിയാവണം. മണിപ്പൂര എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നിങ്ങളുടെ സംസാരം ക്ലിയർ ആവണം, അങ്ങനത്തുള്ള ഒരുപാട് കാര്യം. സഹസ്ര എന്ന് പറയുന്നത് ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവണം. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കാർമിക്ക് പരമായിട്ടുള്ള സംഭവങ്ങൾ മാറണമെങ്കിൽ സഹസ്രയൊക്കെ റെഡി ആവണം. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കൊടുക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റണ്ടേ, നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യണ്ടേ? ഇതെല്ലാം ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിട്ട് മാറും? മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വെള്ളിയാഴ്ച മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് മതത്തിൽ വെള്ളിയാഴ്ചയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഹിന്ദു മതത്തിൽ, മുസ്ലിം മതത്തിൽ, ക്രിസ്ത്യൻ മതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് വെള്ളിയാഴ്ച? വെള്ളി എന്ന് പറയുന്ന, സ്വർണ്ണം എന്ന് പറഞ്ഞൊരു ഡേ ഇല്ല നമുക്ക്. തിങ്കൾ, വെള്ളി, തിങ്കൾ, ചൊവ്വ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ അതിനകത്ത് വെള്ളി എന്ന് പറയുന്നത്, വെള്ളി അത് തിളങ്ങും. ഓക്കെ, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ച. സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് വെറുതെ ചുമ്മാ അല്ല. വ്യക്തമായിട്ടുള്ള എനർജി കിട്ടുന്ന സമയത്ത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പലരും പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പലരും പല ഫീൽഡിൽ പോകുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കി അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അത് നിങ്ങളുടെ ലൈഫിൽ അത് നിലനിൽക്കുകയും ചെയ്യും. സോ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്ന സിറ്റുവേഷൻസ് പ്രണയത്തിലൊക്കെ പെട്ടുപോയി നിൽക്കുന്ന സിറ്റുവേഷനാണ്. ആ പ്രണയത്തിൽ പോയി നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ട്. ഹാർട്ട് ചക്രയൊക്കെ ഒരുപാട് ബ്ലോക്കേജ് ആവുന്നുണ്ട്. ആ ഹാർട്ട് ചക്ര ബ്ലോക്കേജൊക്കെ മാറിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആ വൈബ്രേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം. മറ്റുള്ളവരെ ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്കാണ് എനർജി ലോസ് ആവുന്നത്. സോ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അത് കഴിഞ്ഞ് നിർത്തിയേക്കണം. അത് റിലേഷൻഷിപ്പ് ആയാലും കരിയറിലായാലും എന്തിനെക്കുറിച്ചായാലും സ്വന്തമായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ രക്ഷപ്പെടും. സോ ഞാനിതൊന്നും എൻ്റെ അറിവ് കൊണ്ട് പറയുന്നതൊന്നുമല്ല, അനുഭവങ്ങളും കൊണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന എനർജി വെച്ചും പറയുന്നതാണ്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ദേഷ്യം കൂടുന്നുണ്ട്, വിഷമം കൂടുന്നുണ്ട്, ഇമോഷണൽ കൺട്രോളിങ്സ് ഇല്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇമോഷണൽ കൺട്രോളിങ് ഇല്ല. നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് കുറച്ച് മോശപ്പെടുന്ന സിറ്റുവേഷൻസ് ആവുന്നുണ്ട്. ഹെൽത്തൊക്കെ കുറച്ച് സിറ്റുവേഷൻസ് ആവുന്നുണ്ട്. സ്വന്തമായിട്ട് കെയറിങ് ഇല്ല. നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ ബ്യൂട്ടി കോൺഷ്യസ് അല്ല. പണ്ട് നിങ്ങൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. നൗ ക്ലിയർലി എന്തുകൊണ്ട് ഇപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നില്ല? സോ എന്തൊക്കെയോ ലൂപ്പിൽ പെട്ടുപോയി കിടക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രാരാബ്ധമായിരിക്കും, അല്ലെങ്കിൽ ലൈഫ് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. സമയം നിങ്ങൾക്ക് തരുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷനാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് വേറെ ഓരോ ദിവസം നിങ്ങൾക്കൊരു വർഷം കണക്കാണ് പോകുന്നത്. ഓരോ ദിവസവും വാല്യുബിളാണ്. സോ ഒരു ദിവസം ഒന്നും വെറുതെ കളയാൻ വേണ്ടി നോക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി നോക്കുക. നെഗറ്റീവായിട്ടുള്ള എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലംസും ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. സോ ആ ചിന്തകളും ആ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും എല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമയം കൊടുക്കേണ്ട ഒരു ടൈമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ടും എന്താ പറയുക,
ഹീൽ ചെയ്ത് മാറേണ്ട ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച്, ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ വരുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി പോവുക. പിന്നെ കർമ്മ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. സോ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ളതാണ് കാണാൻ വരുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് ആ ഒരു എനർജി, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈഫിൽ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് തരണം ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേണ്ടാത്തൊരു ലൂപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവേണ്ട ഒരു ടൈം ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇമോഷണലി ഡൗൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ കഴിവും ഇതൊന്നും മനസ്സിലാക്കാതെ പെയിൻ ആവുന്നുണ്ട്, വിഷമിച്ച് നിൽക്കുന്നുണ്ട്, ആരേക്കോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. സോ ഞാനിത് എന്തിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന എനർജി വെച്ചിട്ട് ഞാൻ പറയുന്നു, എനിക്ക് കിട്ടുന്ന ലൂപ്പ് കണ്ടിട്ട് ഞാൻ പറയുന്നു. ഒരു മാലാഖയ്ക്ക് പറക്കാനുള്ള ചിറക് കൊടുത്തിട്ട് ആ മാലാഖ പറക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമായിട്ടുള്ള കാര്യമാണ്. ആ മാലാഖ വിഷമിച്ചിരിക്കുകയാണ്, എനിക്ക് പറക്കാനുള്ള കഴിവില്ല എന്നും പറഞ്ഞുകൊണ്ട്. ചിറകുണ്ട് പറക്കാൻ, പിന്നെ അങ്ങ് പറന്നാൽ പോരെ. സോ അങ്ങനത്തുള്ള സിറ്റുവേഷൻസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ആരെയും കണ്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസേജ് ഉണ്ടാവും. പിന്നെ ബാക്കി എല്ലാം വേറെ കുറേ അങ്ങനത്തെ സിറ്റുവേഷൻസാണ്. പറഞ്ഞു തരാനും ഒക്കെ ഒരു പരിധി വരെയൊക്കെ ഒരുപാട് ആൾക്കാർ കാണത്തുള്ളൂ. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും തരണം ചെയ്ത് ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്ന് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളുണ്ടാക്കി, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അവിടെ തടസ്സം ഉണ്ടാക്കി, ഇവിടെ തടസ്സം ഉണ്ടാക്കി. പിന്നെ ഒരു സാധനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പോരാടണം. അതിലൊരുപാട് ഇഷ്യൂസ് നമുക്ക് തരും, അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരും. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, റിലേഷനിലാണെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇതെല്ലാം തരണം ചെയ്ത് രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ്, രണ്ടുപേർക്കും നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം കൊടുക്കുന്ന സാധനമാണ് പ്രണയം. അത് യൂണിവേഴ്സിൽ തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. അത് യൂണിവേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങളെ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റല്ല, മനസ്സ് എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് യൂണിവേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളെ ബ്രെയിൻ ഒന്നും യൂണിവേഴ്സ് കൺട്രോൾ ചെയ്യുന്നില്ല. അതല്ലേ കർമ്മ വരുന്നത്. കർമ്മ കിട്ടുന്ന എങ്ങനെ? മാനസികപരമായിട്ടുള്ള കർമ്മയാണ്. കർമ്മ എന്ന് അതാണ്, മനസ്സിനെ മാത്രമാണ് യൂണിവേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളെന്നുള്ള വ്യക്തിനെ, നിങ്ങളുടെ എനർജിയോ ഒക്കെ നിങ്ങൾക്ക് വിട്ടോ, അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും അതിനും ഇതിനൊക്കെയുള്ള കഴിവിനാണ്. മനസ്സ് കൺട്രോൾ ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളാണ്. സോ അത് വെച്ച് മാക്സിമം കളിക്കാണ്ടിരിക്കുക. നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്നിട്ട് മനസ്സിനെ ചുമ്മാ ഭയങ്കര പാനിക്കാക്കി കളയാണ്ടിരിക്കുക, ഭയങ്കര വിഷമിച്ച് കളയാണ്ടിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. സന്തോഷം എവിടെ നിന്നാണോ കിട്ടുന്നത് അതിലോട്ടൊക്കെ പോവുക. എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അതിലോട്ടൊക്കെ പൊയ്ക്കോ, ഒരു പ്രശ്നമില്ല. അത് നെഗറ്റീവ് ആവേണ്ട കാര്യം നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുമോ, ചില നെഗറ്റീവ്സൊക്കെ അത് പോസിറ്റീവായിട്ട് മാറും. നിങ്ങളുടെ മനസ്സിന് നന്നാവണം. അതാണ് പറഞ്ഞത്, മനസ്സിന് സന്തോഷം കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കർമ്മ അടിക്കില്ല. നിങ്ങളുടെ മനസ്സിന് എന്താണോ നല്ലതെന്ന് തോന്നണം അത് നിങ്ങൾ കർമ്മ അടിക്കില്ല. ചിലർക്ക് അത് തെറ്റായിരിക്കാം, ചിലർക്ക് അത് നെഗറ്റീവായിരിക്കാം. സോ മനസ്സിലായ? അതാണ് ഇവിടെ പലർക്കും കർമ്മ കിട്ടാത്തതിൻ്റെ കാര്യം എന്തെന്ന് ചോദിക്കൂലേ, അവൻ എന്തുകൊണ്ട് കർമ്മ കിട്ടുന്നില്ല? കാരണം അവൻ്റെ മനസ്സിനത് ശരിയായിരിക്കും, അല്ലെങ്കിൽ അവളുടെ മനസ്സിനത് ശരിയായിരിക്കും. അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന സാധനം, നമ്മുടെ മനസ്സ് പ്രകൃതി നോക്കുമ്പോൾ അവന് സന്തോഷം കിട്ടുന്നില്ല, അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, അവർ ചെയ്യട്ടെ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ നെഗറ്റീവ് ആവാൻ പാടില്ല. സോ ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ആൾക്കാരായിരിക്കും, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോരുത്തർക്കും നിങ്ങൾ അങ്ങനെ അടുപ്പിക്കുന്ന ഒരാളായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുന്ന ആൾക്കാരെ നിങ്ങളിങ്ങനെ രൂക്ഷമായിട്ട് പരിശോധിക്കും. ഇവൻ എൻ്റെ ലൈഫിൽ അടുപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പയ്യനെ അല്ലെങ്കിൽ ഈ പെണ്ണിനെ എൻ്റെ ലൈഫിൽ അടുപ്പിക്കാൻ പറ്റുമോ, അടുപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ. അതേപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവാൻ പാടില്ല. എവിടെയും നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവാൻ പാടില്ല. ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലോസ് ആവും. ഒന്നിനും പെയിൻ ആവരുത്, ഒന്നിനും വിഷമം കാണിക്കരുത്. നിങ്ങളൊരു മദർലി എനർജി ഉള്ള ഫീലിങ്സ് ഉള്ള ആളാണ്. മദർലി എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്?
അമ്മയുടെ സ്നേഹം, മദർലി എനർജിയുള്ള ഫീലിങ്സ് ഉള്ള ഒരാൾക്ക് എപ്പോഴും ഇമോഷണലി ഡൗൺ ആയിരിക്കും. സോ മദർലി എനർജി ഉള്ള ആൾക്കാരെ പവർ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു തവണ ചിന്തിച്ചിരുന്നു പോവും നിങ്ങളുടെ പവർ. മനസ്സിലാകുന്നുണ്ടോ? സോ മദർലി എനർജിയുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് മദർലി എനർജിയുള്ള ഫീലുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ മെഡിസിൻ, നിങ്ങളുടെ ഓറ തന്നെയാണ് നിങ്ങളുടെ മെഡിസിൻ എന്ന് പറയുന്നത്. സോ എന്താ പറയുക, നിങ്ങൾക്ക് കഴിവില്ല, എനിക്കതില്ല എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും നെഗറ്റീവായിട്ട് ഡൗൺ ആയിട്ടിരിക്കരുത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൈ ആയിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ, എങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പല സിറ്റുവേഷനിലും നമ്മളെ പല ആൾക്കാരും നമ്മളെ നെഗറ്റീവ് ആക്കാനും പലതും പറഞ്ഞ് നമ്മുടെ മാനിപ്പുലേറ്റ് ചെയ്യാനും പലരും നമ്മളെ വിഴുങ്ങാനും വേണ്ടി നോക്കും ചില സിറ്റുവേഷനിൽ. സോ ആ സിറ്റുവേഷനിലോ കാര്യങ്ങളൊന്നും വീഴാണ്ടിരിക്കുക, ആ സമയമൊക്കെ കടന്നു പോകും. നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ പെട്ട് നിൽക്കത്തില്ല. അടുത്ത ടൈം എന്ന് പറയുന്നത് നല്ല ഗുഡ് ടൈം ആയിരിക്കും നമുക്ക്. ഇപ്പം നമുക്ക് ബാഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ കുറച്ചും നമുക്ക് നല്ല സമയം വരും, അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ബാഡ് ടൈം വരും, അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നല്ല ടൈം വരും. അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ എടുത്ത് നോക്കിക്കാണ്, രാവിലെയുണ്ട് രാത്രിയുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? പകലുമുണ്ട് രാത്രിയുണ്ട്. സോ അത് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി, അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ചില സിറ്റുവേഷൻ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മേജർലി ഒരു കറണ്ട് സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ഹോപ്പ് അത് ഇല്ലാത്തൊരു സമയത്തിൽ ഒരുപാട് ആൾക്കാർ ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഏജിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിന് മുന്നോട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഒരുപാട് ആൾക്കാർ ചില കമ്പയർ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ ലൈഫ് എടുത്ത് വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ചില കാര്യങ്ങളോട്ട് ഇറങ്ങണം, നിങ്ങൾക്കും സക്സസ് വേണം, എനർജറ്റിക് ആയിട്ടൊന്ന് ഇറങ്ങി ലൈഫ് ഒന്ന് മെറ്റീരിയൽ ലൈഫായാലും അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആയാലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചില ആൾക്കാരെ സംബന്ധിച്ച് അതിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ചില തടസ്സങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത് അതിൽ നിന്ന് ടോട്ടലി നിങ്ങൾ അവോയ്ഡായി നിൽക്കുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരുപാട് വഴിമുടക്കൽ, മേ ബി നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം, കൊളീഗ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് മറ്റുള്ളവരടുത്ത് ഒരിക്കലും പറയാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ സീക്രട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയാണ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങളെ കൊണ്ടല്ല നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, ദൃഷ്ടിദോഷം ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, കണ്ണീർ കമ്പയർ അങ്ങനെ. അതായത് നിങ്ങളെക്കാളും കഴിവ് മറ്റൊരാൾക്കുണ്ട് എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരാളെക്കാളും കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നെഗറ്റീവ് വരാമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ആവും. ഇവിടെ മേജർലി കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തടസ്സങ്ങളായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് അവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയണം ഇന്ന കാര്യങ്ങൾ ചെയ്ത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചില ആൾക്കാരായിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം. അവരുടെ അനുഭവങ്ങളിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, അല്ലെങ്കിൽ അവരവരുടെ ജീവിതം ജീവിച്ചു പോട്ടെ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ട്, നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട്, നിങ്ങളുടേതായ ഒരു ക്യാരക്ടറുണ്ട്. സോ നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും, എനർജി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈൻ ആവും, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. രണ്ടുപേരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഒരു പ്രണയം വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സ്പ്രെഡ് ചെയ്യുന്ന എന്താണ്, നിങ്ങളുടെ നല്ല വശമാണ്. അതായത് ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ചീത്ത വശം കാണിക്കുമോ? അവിടെ ഒരിക്കലും കാണിക്കത്തില്ല. കാരണം നിങ്ങളുടെ നല്ല വശമായിരിക്കും അവിടെ രണ്ടുപേരും തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നല്ല വശം കണ്ടിട്ടായിരിക്കും പ്രണയിക്കുന്നത്. കുറേ കടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ അവിടെ ഒരു ചീത്ത വശം ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവുന്നത്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ട്, രണ്ടുപേരുടെയും ഇന്നർ എന്താണെന്ന് മനസ്സിലാവുന്നു. അപ്പം അത് കുറേ ടൈം എടുക്കും, അത് ടൈം പ്രോസസ്സാണ്. അപ്പം ഡിവൈൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രണയം ആ സമയം കൊണ്ട്
അത് എത്രത്തോളം നിങ്ങൾ കളങ്കപ്പെടുത്തുന്നോ അത്രത്തോളം ഡിവൈൻ എടുത്തത് മാറ്റി മാറ്റി വയ്ക്കും, നിങ്ങൾക്ക് അവിടെ പ്രോബ്ലംസ് തരും. പക്ഷേ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് രണ്ടുപേരും പിന്നെയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പ്രണയിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് മേ ബി കർമ്മ റിലേറ്റഡ് ആയിരുന്നു നല്ലതല്ല എന്ന് തോന്നി നിങ്ങൾക്ക് വിട്ടിട്ട് കളയാം, ഭയങ്കര ടോക്സിക് ആണെങ്കിൽ. ബട്ട് ചില സിറ്റുവേഷൻസ് കാരണം ഉണ്ടാവുന്ന അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അപ്പം സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നം അപ്പം തന്നെ സംസാരിച്ച് തീർക്കാതെ അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ചില സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സോ സീരിയസ്ലി ഞാൻ പറയുന്നത് അതൊക്കെ ഡിവൈൻ ഭയങ്കരമായിട്ടും നോക്കുന്ന സംഭവങ്ങളാണ്. കാരണം ഡിവൈൻ ഒരു സാധനം തരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ഒരു സാധനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേവ് ലെങ്തും നിങ്ങളുടെ മനസ്സും കണ്ടിട്ട് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ആക്രാന്തം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ആസക്തി ഉണ്ടല്ലോ, അത് കണ്ടിട്ടായിരിക്കും ഡിവൈൻ നിങ്ങൾക്കൊരു സാധനം തരാം. അത് എന്തായാലും നിങ്ങൾക്ക് ഡ്രീം ചെയ്യാം, നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അത് റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ഇപ്പം അതൊരു ഐസൊലേറ്റഡ് ആയ സിറ്റുവേഷനിൽ കിടക്കുന്നൊരു സാധനമാണ്. അതായത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടും ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം, ചില കാര്യങ്ങൾ നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡിവൈൻസ് ഉണ്ട്. ആ ഡിവൈൻസിന് ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന് അത്രത്തോളം വാല്യൂ ഉണ്ടായിരിക്കണം. സോ അല്ലാണ്ട് നിങ്ങൾ ഞാൻ ചെയ്തതാണ് ശരി അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് ശരി എന്നൊന്നല്ല. മേ ബി കർമ്മ റിലേറ്റഡ് ആയിട്ട് പഞ്ചഭൂതങ്ങൾ നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണ് ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലായിരിക്കും ചാവി കൊടുക്കുന്നത്. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിയലൈസേഷൻ ചെയ്യണം. ഇവിടെ മേജർലി കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പെയിനായിട്ടോ അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് അല്ല. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇനി ഇത് മാറുന്നുണ്ടേ. അതായത് എനിക്ക് കിട്ടുന്ന എനർജീസ് ഇങ്ങനെ മാറുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ മാരേജിൻ്റെ ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സെക്കൻഡ് മാരേജ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെ ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പുതിയൊരു ലവ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സെക്ഷൽ എനർജി ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഫീലിങ്സ്, അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ ഒരു കണക്ഷൻ, അതുപോലെ തന്നെ എല്ലാം റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ എനർജി ആയിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഈ സമയം കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മാറിപ്പോയി നിങ്ങൾ കംഫർട്ട് ആവുന്ന ഒരു സോണിലോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു കുട്ടിയെ വേണം, അല്ലെങ്കിൽ ഒരു മദർലി ഫീൽ വേണം, അല്ലെങ്കിൽ എനിക്കൊരു അമ്മയാവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതിന് പറ്റിയ ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം, കുട്ടികളില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം. അതുമാത്രമല്ല മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുമാത്രമല്ല ഇവിടെ കാണിക്കുന്ന മേജർ സംഭവം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നത്തിങ് ആയിട്ട് നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളിൽ സക്സസ്സും അല്ലെങ്കിൽ ചെറിയ സക്സസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ഹാപ്പിനെസ് കാണിക്കാൻ പറ്റുക. വലിയ സക്സസ് വരുന്ന സമയത്ത് നിങ്ങളത് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വലിയ സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളത് ഹാൻഡിൽ ചെയ്യും കണക്കിരിക്കും നിങ്ങളുടെ ഗ്രോത്ത്. നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ആ പെണ്ണിനെ കിട്ടി, ഞാൻ ഭയങ്കര വലുതാണ് അല്ലെങ്കിൽ എല്ലാത്തിനും മുകളിലാണ് എന്നുള്ളൊരു തോന്നൽ മാറ്റി വെച്ചിട്ട് ചെറിയൊരു സക്സസ്സും ചെറിയൊരു സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മൾ അതായത് ഇപ്പം എനിക്കൊരു 1000 റുപ്പീസ് കിട്ടി. ആ സമയത്ത് എനിക്കൊരു 1000 കിട്ടി, എനിക്കിത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള സെറ്റപ്പിൽ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നേ എനിക്ക് 1000 രൂപ കിട്ടുള്ളൂ, നാളെ ചിലപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടണമെന്നില്ല. പക്ഷേ എനിക്ക് 1000 രൂപ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ അതിലൊരു സന്തോഷമില്ല. കാരണം എനിക്കത് കിട്ടേണ്ട പൈസയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം സക്സസ് ഉണ്ടാകുന്നു അതിനനുസരിച്ച് നമ്മൾ ഡൗൺ ടു എർത്ത് ആയിക്കൊണ്ടിരിക്കണം. നമ്മുടെ സക്സസ് ആയിരിക്കണം വളർന്നുകൊണ്ടിരിക്കേണ്ടത്, നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ്സും സക്സസ്സിൻ്റെയും നമുക്ക് ദൈവം തരത്തുള്ളൂ. നമുക്കത് കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം ഇത്രയും വലിയൊരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഭൂമിയിൽ നമ്മളെന്ന് പറയുന്നത് ചെറിയൊരു കണികയിലേക്കാളും കണികയാണ്. സോ നമ്മൾ അത് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തുവേണം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തുവേണം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്
ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയർ ഭയങ്കരമായിട്ട് മോശപ്പെട്ട് നിൽക്കട്ടെ കാണാൻ പറ്റുന്നുണ്ടോ? കരിയർ, ബിസിനസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് എന്താവും എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ മനസ്സമാധാനം എന്നോട്ട് വരും, എനിക്ക് എന്നിട്ട് ഒരു സ്റ്റെബിലിറ്റി ആവും എന്നുള്ളതൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിലും അതിന് ഇവിടെ കാണിക്കുന്ന ഒരു വഴി എന്ന് പറയുമ്പോഴത്തേക്കും ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ. കാരണം നിങ്ങൾക്ക് കൈയും കാലും മൂക്കും എനർജിയും ആഹാരമൊക്കെ ഇതൊക്കെ തന്നു വിട്ടിരിക്കുന്നത് ഈ പറഞ്ഞ പണിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനും കാര്യങ്ങളും എല്ലാം പോകും, നഷ്ടപ്പെടും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പോയിട്ട് നിങ്ങൾ പാഷൻ കാര്യങ്ങളെല്ലാം നോക്കി ഹാർഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വരും. പക്ഷേ മറ്റുള്ളവരെ കണ്ടിട്ട് നെഗറ്റീവ് അടിച്ച് അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. സോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഒരു ഏഞ്ചൽ മെസ്സേജ് കൊണ്ട് എടുക്കാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ടേക്ക് ആക്ഷൻ, ഞാൻ പറഞ്ഞില്ല ടേക്ക് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് ഇവിടെ. സോ ടേക്ക് ആക്ഷൻ എടുക്കുക. ഹെൽത്ത് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹെൽത്ത് കൂടുതലും നിങ്ങൾ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു ട്രസ്റ്റ് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ട്രസ്റ്റ് വേണം. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി. സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. ജസ്റ്റ് ഞാൻ ഒരു ഇതിൽ എടുത്തതേ ഉള്ളൂ. ഓക്കെ ബൈ, ടാറ്റ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ, സി യു.